ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബൂസ്റ്റ് കൊണ്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബൂസ്റ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇവിടെ ഞാൻ 2 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു സോസ് പാനിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇതിലോട്ട് 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഈ ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുത്ത് ഈ പാലിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പാണ് ഞാനിത് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കട്ടയെല്ലാം നല്ലോണം പാലിൽ മിക്സ് ആക്കിയതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഈ പാലിലോട്ട് മധുരത്തിനുള്ള പഞ്ചസാരയും ബൂസ്റ്റ് പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വലിയ ടേബിൾ സ്പൂണിന് 3 സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരിത്തിരി 1/4 ഗ്ലാസ് പാലിൽ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഈ പാലിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത പാടന്നെ ഇത് തിക്ക് രൂപത്തിലാവും. ഇപ്പോൾ ഫ്ലെയിം ലോയിലാക്കി വേണം. ഈ കോൺഫ്ലവർ ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ലോയിലാക്കി വെക്കണം. അതിന് ശേഷം വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാൻ. ഇനി ഇത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഈ കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നല്ല തിക്ക് രൂപത്തിലാകുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇത്രയും തിക്കാവണം, എങ്കിലേ ഇത് നല്ലോണം സെറ്റായി കിട്ടുകയുള്ളൂ. ചൈന ഗ്രാസ് ഇല്ലാതെ തന്നെ കോൺഫ്ലവർ വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. ഇനി ഇത് നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്ത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒന്ന് തണുത്ത് സെറ്റാവാൻ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ തണുത്ത് സെറ്റായ പുഡിങ്ങാണ്. ഇതിൻ്റെ മേലെ ഞാൻ ചോക്ലേറ്റ് പീസസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. കഴിക്കാൻ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഒരു വട്ടം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ പെട്ടെന്ന് 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.